കളിമൈതാനങ്ങളിൽ പോലും ഇപ്പോൾ രാഷ്ട്രീയമാണ്. ഗാസയിലെ പച്ചയായ മനുഷ്യച്ചോര ഊറ്റിക്കുടിക്കുന്ന ഇസ്രയേലിനെതിരെയുള്ള രോഷങ്ങളാണ് ഗാലറികളിലും കളിമൈതാനങ്ങളിലും കേട്ടുവരുന്നത്. അവസാനമായി കഴിഞ്ഞ ദിവസം മൊറോക്കോയുടെ ഗാലറിയിൽ നിന്നും ഒറ്റക്കെട്ടായി ഉയർന്നതും ഗസയുടെ അസ്തിത്വം വകവെക്കണമെന്ന ആവശ്യം തന്നെ. ലോകത്തിലെ ഏറ്റവും ആരാധകരുള്ള ഫുട്ബോൾ സൗന്ദര്യത്തിന്റെ താരരാജാക്കന്മാർ വാഴുന്ന അർജന്റീന പക്ഷേ ഗാസയ്ക്കെതിരെ നിലയുറപ്പിച്ചു എന്ന ഞെട്ടലിലാണ് ഫുട്ബോൾ ലോകം. കേരളം ഉൾപ്പെടെ ലോകത്ത് വലിയ ആരാധകരുള്ള ഫുട്ബോൾ ടീമാണ് അർജന്റീന. ആ അർജന്റീനയുടെ രാജ്യതന്ത്രം പക്ഷേ മനുഷ്യത്വ വിരുദ്ധമാണെന്ന സന്ദേശം ഫുട്ബോൾ ആരാധകരെ പോലും ഏറെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഗസക്ക് സ്വയംഭരണം വേണമെന്നും ഫലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്നുമുള്ള പ്രമേയത്തെ ലോകത്തെ പ്രമുഖ രാജ്യങ്ങളെല്ലാം പിന്തുണക്കുകയുണ്ടായി. 142 രാജ്യങ്ങളാണ് ഫലസ്തീൻ എന്ന രാജ്യം വേണമെന്ന അഭിപ്രായത്തോട് യോജിച്ചത്. അതിൽ ബ്രസീലും ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും പോർച്ചുഗലും സെനഗലും സൗദിയും ഉൾപ്പെടെ ലോകത്തെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ തുടങ്ങിയവയിലെ എല്ലാ രാജ്യങ്ങളും ഉള്ളപ്പോഴാണ് ലോകത്തെ നിരാശപ്പെടുത്തിക്കൊണ്ട് പ്രമേയത്തിനെതിരെ 10 രാജ്യങ്ങൾ വോട്ട് ചെയ്തത്, അല്ല ഗസയെ ഒറ്റിക്കൊടുത്തത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യം മനസ്സിലാക്കാം. എന്നാൽ അതിൽ അർജന്റീനക്ക് എന്താണ് കാര്യം? അർജന്റീന ലോകരാഷ്ട്രീയത്തിൽ ഇவ்விധം പെരുമാറുന്ന രാജ്യമേ അല്ല. അതുമാത്രമല്ല, ഈ 10 രാജ്യങ്ങളിൽ പ്രമുഖ രാജ്യമെന്ന് പറയാൻ ഹംഗറിയും പരാഗ്വേയും മാത്രമാണുള്ളത്. മറ്റുള്ള 5 രാജ്യങ്ങളുടെ പേര് പോലും പലർക്കും അന്യമാണ്. മൈക്രോനേഷ്യ, നവരു, പാലോ, പപ്പുവ ന്യൂ ഗിനിയ, ടോങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ 10 ഉൾപ്പെട്ട മറ്റു രാജ്യങ്ങൾ. 12 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട്. സൗത്ത് സുഡാൻ, കാമറൂൺ, എക്വഡോർ, എത്തോപ്യ, ഫിജി, ഗോട്ടിമല തുടങ്ങിയ രാജ്യങ്ങളാണ് അവ. നിലവിൽ എതിർത്ത 10 രാജ്യങ്ങളുടെ പട്ടികയിൽ അർജന്റീന ഉൾപ്പെട്ടു എന്നത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ക്രൂരന്മാരായ രാജ്യങ്ങളുടെ പട്ടികയിലാണ് അർജന്റീന വന്നിരിക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ആശ്രിത രാജ്യങ്ങളാണെന്ന് കരുതാം. അവയുടെ അവസ്ഥ മനസ്സിലാക്കാം. പുതിയ കാലത്ത് മാനവികതയും മനുഷ്യരാശിയും നോക്കി പിന്തുണ നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ അർജന്റീനിയൻ ഫുട്ബോൾ ലോകത്തിന്റെ വീരഗാഥക്കും അത് സാരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം 142 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തു ഫലസ്തീനെ അനുകൂലിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ഫലസ്തീന്റെ പോരാട്ട മണ്ണിൽ വെടിയൊച്ച നിലക്കാൻ ഏക പരിഹാരം ഫലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പം സാധ്യമാക്കുക എന്നതാണെന്ന് ലോകത്തിന് മനസ്സിലായിരിക്കുന്നു. ഇതോടെ രക്തച്ചൊരിച്ചിലുകൾ അവസാനിപ്പിക്കാനും സാധിക്കും എന്നും അവർ കരുതുന്നു. അമേരിക്കൻ സ്പോൺസർഷിപ്പിൽ ഇസ്രയേൽ നടത്തുന്ന നരനായാട്ടിനോടുള്ള ശക്തമായ വിയോജിപ്പാണ് ലോകരാജ്യങ്ങളുടെ ഈ നിലപാട്. ഇതോടെ അമേരിക്കയും ഇസ്രയേലും ലോകത്തിന്റെ മുൻപിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഫലസ്തീൻ എന്ന സങ്കല്പത്തിന് കൂടുതൽ സ്വീകാര്യത കൈവരികയും അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ലോകം വിലയിരുത്തുകയും ചെയ്യുന്നു എന്നതാണ് പുതിയ മുന്നേറ്റം. ഇനി ഫലസ്തീൻ എന്ന രാഷ്ട്രമില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെയാണ് UN-ൽ ഇസ്രയേലിൻ്റേത് വെറും ദിവാസ്വപ്നം മാത്രമാണെന്ന് ലോകം മറുപടി നൽകിയിരിക്കുന്നത്. ലോകത്തിന്റെ ഈ എതിർപ്പ് മറികടന്ന് ഇസ്രയേലിന് ഇനി എത്ര കാലം മുന്നോട്ട് പോവാൻ കഴിയും എന്നതിന്റെ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ എതിർപ്പ് മറികടന്ന് ഇനിയും ഗസയെ രക്തപങ്കിലമാക്കാൻ ഇസ്രയേൽ ശ്രമിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതവും വലുതാണ്. ഒറ്റപ്പെട്ട അമേരിക്കയും ഇസ്രയേലും ഈ വികാരം ഉൾക്കൊള്ളില്ലെന്നും ഉറപ്പ്. ഇനി സംഭവിക്കുക 2 കാര്യം. ഒന്ന്, ലോകം ഇസ്രയേലിനും US-നും എതിരാണെന്ന വികാരം ഹമാസിനെ കൂടുതൽ ശക്തമാക്കും. 2, ഖത്തർ ആക്രമണ പശ്ചാത്തലത്തിൽ അമേരിക്കക്കെതിരെ അറബ് രാജ്യങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിതരാകും. സാധാരണഗതിയിൽ അപലപിക്കാൻ വേണ്ടി മാത്രം ഉച്ചകോടി ചേർന്ന് പിരിയുന്ന അറബ് നേതാക്കൾക്ക് ലോകവികാരം ഉൾക്കൊള്ളേണ്ടി വരും. അതിന് ഈ വിജയം ഉപകരിക്കും. ഫലസ്തീൻ രാഷ്ട്രം വിജയിക്കട്ടെ. Waytonikah.com, the exclusive Muslim matrimonial site.